ആ ഇക്ക എന്തായി സാധനം കിട്ടിയോ? ഇക്കയോ? ഏതിക്ക? എൻ്റെ നമ്പർ കണ്ടാ നീ എടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചത്. എന്താ നിന്റെ പരിപാടി? ഈ ആഴ്ച അടുത്ത ആഴ്ച എന്നും പറഞ്ഞ് ആളെ വലിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം 8 ഹലോ വിശ്വട്ട പറഞ്ഞോ. വിശ്വം പറയല് നിർത്തി. ഇനി നീ പറ, എന്തായി നിന്റെ തീരുമാനം? നീ പല അടവുകളും പറഞ്ഞ് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് എത്രയൊക്കെ വാങ്ങി എന്നുള്ള കണക്ക് കംപ്ലീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പണി തുടങ്ങിയ നീ വല്ലാതെ ബുദ്ധിമുട്ടും. അത് വേണോടാ? ചേട്ടാ പ്ലീസ്, അറിയാലോ എൻ്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. തരാമെന്ന് പറഞ്ഞത് തരാൻ വേണ്ടി തന്നെയാ. കയ്യിൽ വെച്ചോണ്ട് കളിപ്പിക്കുന്നതല്ല. വെള്ളിയാഴ്ച, നാളെയല്ല അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരത്തിനകം ചേട്ടൻ്റെ പൈസ കംപ്ലീറ്റ് കയ്യിലെത്തിയിരിക്കും. ലാഭമോ പലിശയോ എത്രയാന്ന് വെച്ചാൽ കൂട്ടി വെച്ചേക്ക്. ഇനിയൊരു അവധി ഞാൻ പറയില്ല, ഉറപ്പ്. നീ വീട്ടിൽ വന്നിട്ട് മാസങ്ങളായി എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച എൻ്റെ പൈസ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നീ വരും. വരുത്തി വിശ്വൻ. അറിയാലെന്നെ, ആ പാവം മാഷ് ഓർത്തിട്ടാ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത്. ഇനി അതുണ്ടാവില്ല. എന്നാ മോനെ നല്ല വിഷയാണല്ലോ. സൊല്ലായിരുന്ന ഈ അല്ല. ആ ഇക്ക എന്തായി? സാധനം കിട്ടിയോ? ഞങ്ങളോട് ഏറ്റാല് നടന്ന മാതിരി തന്നെയാണ്. കേൾക്കണ കാര്യം എന്താക്കി? നടക്കുവോ? അതൊക്കെ റെഡിയാണ്. ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സാധനം കിട്ടിയാൽ മതി. നിങ്ങൾ നാളെ രാവിലെ തന്നെ ടൗണിക്ക് പോരി. ജുമാന്റെ മുമ്പൊക്കെ ഒരു പാർട്ടീനെയും കൊണ്ട് സ്ഥലം കാണിക്കാൻ പോണം. അതിന്റെ മുമ്പ് സാധനങ്ങൾക്ക് അങ്ങോട്ട് തരാം. ടൗണിൽ വന്നിട്ട് വിളിച്ചാൽ മതി, ഞാൻ ഉണ്ടാവും അവിടെ. ഓക്കെ ഇക്ക, ഞാൻ രാവിലെ തന്നെ എത്താം. ആ മോനെ ബാ, ഒരിളനീര് കുടിക്കല്ലേ? വേണ്ടക്ക, സാധനം റെഡിയല്ലേ? വേണം ബേജാറാവല്ലിന്ന്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാ ഞാൻ അത് ഒപ്പിച്ചെടുത്തത്. ഓൽക്കങ്ങനെ സാമ്പിള് കൊടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഞാനായതുകൊണ്ട് ബാ. റെഡിയാക്കിക്കോണി. ദാസം പാർട്ടീനെയും കൊണ്ട് സൈറ്റിലെത്തും. സ്ഥലം കാണിച്ചു കൊടുക്കുക, പറ്റിയ അഡ്വാൻസ് ഇങ്ങോട്ട് വാങ്ങുക, ഡീൽ ഉറപ്പിക്കുക. ആ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാന്ന്. ആ ശരി ശരി.
നമ്മളൊക്കെ മറന്നോ? 3 ദിവസമായിട്ട് ഒരു അഡ്രസ്സും ഇല്ലല്ലോ. നല്ല ബിസിയായിരുന്നു, അതാ നീ വിളിച്ചപ്പോൾ എടുക്കാൻ. പറ, എന്താ പുതിയ വിശേഷങ്ങൾ? ഇയാളുടെ ബിസി ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. പിന്നെ പുതിയ വിശേഷമുണ്ട് മോനെ. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോ അമ്മ പാചകം കാണാണ്ട് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാ, നീയൊന്നും പറയുന്നില്ലല്ലോ. കൊളുത്ത് പൊട്ടിയ പഴിച്ചു വെച്ചതാ, ഹോസ്റ്റലുണ്ട്, അടുത്ത ആഴ്ച വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച എന്തായാലും കൊണ്ടുപോവാം. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയാൻ പോവാണ് മോളെ, നീ നോക്കിക്കോ. നമ്മളൊരു വിലസു. എന്തായി നീ പറഞ്ഞ പുതിയ പ്രോജക്റ്റ്? നിതിൻ, യു ഷുഡ് ബി കെയർഫുൾ. പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ. ഐ നോ നിത്യ, ഞാൻ ഐ എം മോർ കെയർഫുൾ ടു. ഞാൻ കോയമ്പത്തൂർ വരെ ഒന്ന് പോവാണ്, ഞാൻ വിളിക്കാം. உட்காரு தம்பி. നിതിൻ, ലോൺ തിരിച്ചെടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാങ്കിനെ ലീഗലി മൂവ് ചെയ്തേ പറ്റൂ. നോ പ്ലീസ് ഡോണ്ട് ടേക്ക് എൻ ആക്ഷൻ. സോറി നിതിൻ. ഒരാഴ്ച കൂടെ സമയം തരൂ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സെറ്റിൽ ചെയ്തോളാം.
എന്തായി മോനെ? ആ ഇക്ക അത് ബാലൻസ് കഴിഞ്ഞാണ്. അല്ല പോയ കാര്യം എന്തായി? സംഗതി ഓക്കെയാണ് ഇക്ക. കഴുകി വന്നപ്പോ തനി $. എങ്ങനെയാ ബാക്കി കാര്യങ്ങള്? ബാക്കിയൊന്നുമില്ല, ഞാൻ പറഞ്ഞതല്ലേ. അപ്പറഞ്ഞ പൈസ കൊടുക്കുക, സാധനം ഇങ്ങോട്ട് വാങ്ങുക, അത്ര തന്നെ. കുറച്ചെന്തെങ്കിലും കൊടുത്തിട്ട് ബാക്കിക്കൊരു ഗ്യാപ്പ് കിട്ടുമോ? ഫണ്ടില്ലെങ്കിൽ നിങ്ങൾ വിട്ടാളി. പാർട്ടി ബുധനാഴ്ച മലേഷ്യയിൽ പോകും. പിന്നെ ദുബായിലൊക്കെ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ വരിക. നമുക്കൊരു കാര്യം ചെയ്യാം, അവർ വന്നിട്ട് നോക്കാം, അതാ നല്ലത്. പിന്നെ അതിൻ്റെ ഇടക്ക് വേറെ ആരെങ്കിലും കിട്ടിയാൽ ഓല് ഡീൽ ഉറപ്പിക്കും. അങ്ങനെ ആയാൽ പിന്നെ നമ്മളിപ്പോൾ എടുത്ത പണി മുഴുവൻ വെള്ളത്തിലാവും. എന്താ പെമ്പിളി ചെയ്യാ? വേണ്ട വേണ്ട, സാധനം എനിക്ക് വേണം. നമുക്ക് തിങ്കളാഴ്ച പൈസ കൊടുക്കാം. നിങ്ങൾ പാർട്ടിയോട് ഡീല് പറഞ്ഞേക്കേ. എന്ത് ചെയ്തിട്ടായാലും അന്ന് ഞാൻ പൈസയും കൊണ്ടെത്തും. ഹലോ നിത്യ, നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല, ഓഫീസിലുണ്ട്. എന്ത് പറ്റി? ഇതിന്റെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ അന്ന് പറഞ്ഞ പ്രൊജക്റ്റില്ലേ, അതിന് കുറച്ച് ഫണ്ട് ഷോർട്ടാ. നിനക്ക് എവിടെന്നെങ്കിലും കുറച്ച് ഒപ്പിക്കാൻ പറ്റുമോ? ഇതുവരെ ഒപ്പിച്ചതൊന്നും പോരാ മോനെ. പ്ലീസ്, ഐ ആം സീരിയസ്. എനിക്ക് തിങ്കളാഴ്ച കിട്ടണം, വെള്ളിയാഴ്ച തിരിച്ചു കൊടുക്കാം. നീ ഒന്ന് ട്രൈ ചെയ്യ് പ്ലീസ്. എത്ര എമൗണ്ട്? ഒരു 5 lakhs. ഓ ഗോഡ്, 5 lakhsോ? ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാടാ? നിനക്കറിയില്ല എൻ്റെ സിറ്റുവേഷൻസ്. ഹലോ, ആ ശരത്തെ പറ. ഞാനൊരു ക്ലയൻറ്റ് മീറ്റിലായിരുന്നു, കോഴിക്കോടാണ്. മാമൻ വിളിച്ചിട്ട് ഒരു സൗകര്യം തരുന്നില്ല. നീയാണെ മാമൻ നമ്പർ കണ്ട ഫോൺ എടുക്കത്തില്ല. 6 മാസമായിട്ട് ലാഭവും ഇല്ല, കൊടുത്ത പൈസക്ക് ഒരു അഡ്രസ്സും ഇല്ല. ഇതിനെ എൻ്റെ ഉറപ്പമേല നീ എന്നാ പൈസ മേടിച്ചു. എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കിട്ടാടാ പ്ലീസ്. ശരത്തെ, നീയും കൂടി ചേർന്നാണ് അന്ന് നമ്മളെ പ്രൊജക്റ്റ് ചെയ്തത്. നടന്നത് എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാം. എന്നിട്ടും ഞാൻ ആ പൈസ കൊടുത്തോളം നേറ്റത് നിന്നെ ഓർത്തിട്ടാ. 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. ഒരു 2 മാസം വെയിറ്റ് ചെയ്യാൻ പറ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. 2 മാസം അത് നടക്കത്തില്ല. പകുതിയെങ്കിലും ഈ ആഴ്ച ഒപ്പിക്കണേ. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പൈസയാണ് നിങ്ങളെ പ്രശ്നമല്ലേ? പൈസേനെയാണ് എല്ലാവരെയും പ്രശ്നം. നിങ്ങളാരാ? റഷീദ് ഭായ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടി ഫുൾ ഫേമസ് അല്ലേ? ചെറിയ ഗെയിം കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇന്ത്യൻ റുപ്യക്കൊന്നും പോയ മൂല്യമില്ല.
കളിക്കുകയാണെങ്കിൽ ഡോളർമ കളിക്കണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാ? നമ്മളെടുത്തൊരു കളിയുണ്ട്, ബ്ലാക്ക് ഡോളർ. ബ്ലാക്ക് ഡോളറോ? അമേരിക്കയിലെ വലിയ വലിയ കള്ളക്കടത്തേര് കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ ഡോളർ എയർപോർട്ടിൽ പിടിക്കാതെക്കാൻ ഒരു കറുത്ത മഷിയിൽ മുക്കിയിട്ടാണ് കൊണ്ടിടക്കുക. അത് പിന്നോലെ മെഷീൽ കാണാൻ പറ്റൂല. പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഒരു കെമിക്കലിട്ട് കഴുകുമ്പോൾ സാധനം പഴയമാതിരിയാവും. കഴുക അറിയാത്ത പോലെ എടുത്താണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓലത് അറിയണ പോലെ എടുത്ത് കൊണ്ടുപോയി കഴുകിക്കും, അല്ലെങ്കിൽ ആർക്കേലും വിൽക്കും. അങ്ങനെ വിറ്റും കൈമാറിയും ഈ സാധനം ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളറിയുന്നൊരു പാർട്ടിൻ്റെ അടുത്തുണ്ട് ഒരു ബണ്ടിൽ. കൈകാലുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ പൈസക്ക് സാധനം ഞാൻ ഒപ്പിച്ചേരാം. നിങ്ങൾ പുതിയ കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് തപ്പിയാൽ കിട്ടാത്ത സംഗതി ഉണ്ടാകും. ഒരു സംഖ്യൻ്റെ ഡോളർ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നടന്നാൽ നിങ്ങളെ കംപ്ലീറ്റ് പ്രശ്നവും തീരും. പിന്നെയുള്ള കാലം കോടീശ്വരനായിട്ട് വിലസ. എന്തേ നോക്കണ? സാർ സാർ ഓ ഗോഡ്, 5 lakhsോ? ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാടാ? നിനക്കറിയില്ല എൻ്റെ സിറ്റുവേഷൻസ്. ഹലോ ടോണി, ഷോറൂമിൽ എത്ര കളക്ഷൻ ഉണ്ട്? ഓക്കെ, നാളെ രാവിലെ അതൊന്ന് ഓഫീസിലെത്തിക്കാവോ? ഓക്കെ ശരി, താങ്ക്സ്. ഹലോ നിതിൻ, ക്യാഷ് ഓഫീസിലുണ്ട്, പക്ഷെ റിസ്ക് ആണ്. ബോസ് ശനിയാഴ്ച ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരും. നീ ഇത് വെള്ളിയാഴ്ച തന്നെ തിരിച്ചു തരില്ലേ? ആ, ഉറപ്പായിട്ടും. ഇത് ഞാൻ ചെയ്യുന്ന അവസാനത്തെ ചതിയാണ്.
ബോധപൂർവം ചെയ്യുന്ന ആദ്യത്തേതും.